രാവിലെ കോളേജിൽ പോകാനായി ജസ്സിനെ അവരുടെ അമ്മ വിളിച്ചുണർത്തുകയാണ്. അമ്മ ഡോറിൽ തട്ടി ജസ് എഴുന്നേൽക്ക്, ടൈം 7:30 ആയി എന്ന് പറഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ഫോണിൽ അലാം അടിച്ചു. ടൈം ആയതുകൊണ്ട് തന്നെ അവൾ എണീറ്റ് മുഖം കഴുകാനായി പോയി. അപ്പോൾ അവളുടെ തോളിൽ അലർജി പോലെ എന്തോ പാട് കണ്ട് അവൾ അതിൽ ഓയിൽമെൻറ്റ് പുരട്ടി. അവൾക്ക് അതിൽ ചൊറിച്ചിലുമുണ്ട്. ശേഷം കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന അവളോട് അമ്മ കോളേജിലെ ഒരു ഫംഗ്ഷന് വേണ്ടി ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു മാഗസിൻ കാണിച്ചിട്ട് അതിലെ ഒരു ഗൗൺ അവൾക്ക് നന്നായി മാച്ച് ആയിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഇതേ സമയം അവളുടെ കയ്യിലെ പാടുകൾ കണ്ട് അമ്മ പറഞ്ഞു, നീ ഇതിത്ര സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യവുമില്ല, അത് താനേ മാറിക്കോളും. പക്ഷെ അമ്മ കൂളായിരുന്നെങ്കിലും അവൾ അത്ര ഓക്കെ ആയിരുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. ക്ലാസ് റൂമിൽ അവളുടെ ഫ്രണ്ട്സ് പാർട്ടിക്ക് ഇടുന്ന ഡ്രസ്സിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ജസ് വളരെ ഡെസ്പായിട്ടിരുന്നു. അവൾ ബാഗിൽ നിന്നും അമ്മ എഴുതി കൊടുത്ത ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് നോക്കി. അതിൽ സ്കിന്നിൽ ചൊറിയരുത്, ഓയിൽമെൻറ്റ് ഇടണം, ലാസ്റ്റ് വിത്ത് ലവ് മോം എന്നായിരുന്നു. അവൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകാനായിരുന്നു അമ്മ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യമാണ് വന്നത്. അവിടെ വെച്ച് അവൾ പിന്നെയും ദേഹത്തൊക്കെ ചൊറിഞ്ഞു. അവളുടെ കയ്യിലെ അലർജി കൂടിക്കൂടി വന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ഓയിൻമെൻറ്റ് എടുത്ത് കയ്യിൽ പുരട്ടി. ക്കാൻ പോയപ്പോൾ ഫ്രണ്ട്സ് അവളുടെ കാലിലെ പാടുകൾ കാണാതിരിക്കാൻ സോക്സ് ഇട്ടു. എന്നാൽ അവളുടെ തുടയിലെയും കയ്യിലെയും പാടുകൾ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഡ്രസ് ചേഞ്ചിങ് റൂമിലെത്തിയ അവളുടെ ഫേസിൻ്റെ താടിയിലും കവിളിലും അലർജി വന്നിട്ടുണ്ടായിരുന്നു. പിറകിൽ അവളുടെ ഫ്രണ്ട്സ് ഫംഗ്ഷൻ ഇടേണ്ട ഡ്രസ്സിനെ പറ്റി സംസാരിക്കുകയാണ്. പെട്ടെന്ന് അതിൽ ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്സിൻ്റെ ബോഡിയിലെ പാടുകൾ ശ്രദ്ധിച്ചു. അവരുടെ നോട്ടം കണ്ട ജസ്സിന് എന്തോ പോലെ തോന്നി. അവൾ ആകെ അസ്വസ്ഥയായി. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഡ്രസ്സിംഗ് റൂമിൽ ഫ്രണ്ട്സ് അവളെ നോട്ടീസ് ചെയ്തിരുന്നില്ല, അത് അവളുടെ സ്വപ്നമായിരുന്നു എന്നത്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അമ്മ അവൾക്കായി വാങ്ങിയ ഗ്രീൻ കളർ ഡ്രസ്സ് കാണിച്ചെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫുഡ് പോലും കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. റൂമിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കി അവൾക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. കാരണം അവളുടെ ശരീരം മുഴുവൻ കണ്ടാൽ അറയ്ക്കുന്ന തരത്തിൽ പാടുകളായിരുന്നു. അവൾക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെ അവൾ ഭ്രാന്തിയെപ്പോലെ ശരീരം മുഴുവൻ ചൊറിയുന്നതിനിടയ്ക്ക് മരത്തിൽ നിന്ന് തൊലി ഇളകുന്നത് പോലെ അവളുടെ സ്കിന്നും ഇളകി വന്നു. അവൾ അന്തം വിട്ടു നിന്നു. അവൾ തൻ്റെ ശരീരത്തിലെ സ്കിൻ എല്ലാം പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവളുടെ ടേബിളിലും ബെഡിലും എന്തിന് ആ റൂം കംപ്ലീറ്റ് ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പതിവ് പോലെ ജസ്സിൻ്റെ അമ്മ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവർ അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വിളിച്ചു. കിച്ചണിലേക്ക് വന്ന് അവളെ കണ്ട് അമ്മ അന്തം വിട്ടുപോയി. അവളുടെ ശരീരത്തിൽ എല്ലായിടത്തുമുള്ള സ്കിൻ അവൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ കൂളായി അമ്മയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവളുടെ സ്കിൻ ഡിസീസിനെ നിസ്സാരമായി കണ്ട അമ്മയ്ക്ക് ഇത് കണ്ട് എന്താണ് സംഭവിച്ചതാവോ.